മലയാളികൾ മറക്കാത്ത പരസ്യവാചകമായിരിക്കും വാഷിംഗ് പൗഡർ നിർമ്മ. നിർമ്മ എന്നത് ഒരു ഇന്ത്യൻ വാഷിംഗ് പൗഡർ ബ്രാൻഡാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ സധൈര്യം മുന്നേറണം എന്നതിന് ഒരു ഉദാഹരണമാണ് കർസൻ ഭായിയുടെ ജീവിതവും നിർമ്മ പൗഡറിൻ്റെ വളർച്ചയും. 1969 ഗുജറാത്തിലെ ഒരു 24-കാരൻ സ്വന്തമായി നിർമ്മിച്ച അലുക്കുപ്പൊടി വിൽക്കാൻ തുടങ്ങിയതാണ് ഇതിൻ്റെ തുടക്കം. പിന്നീട് ഇത് ഇന്ത്യൻ വിപണിയിലെ ഒരു വലിയ ബ്രാൻഡായി വളർന്നു. കഥ ഇങ്ങനെ: 1945 ഗുജറാത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച കർസൻഭായ് പട്ടേൽ കെമിസ്ട്രിയിൽ ബിരുദധാരിയാണ്. പഠനശേഷം സ്വകാര്യ കമ്പനിയിലും പിന്നീട് ഗുജറാത്ത് സർക്കാരിൽ ജിയോളജി മൈനിംഗ് വകുപ്പിലെ ലാബ് അസിസ്റ്റന്റ് ജോലിയും അദ്ദേഹത്തെ തേടിയെത്തി. പിന്നീട് സർക്കാർ ജോലി രാജിവെച്ച് സ്വന്തമായി ബിസിനസ് നടത്തണമെന്ന മോഹത്തോടെ ഇറങ്ങിത്തിരിച്ചു. വിപണി സാധ്യത തിരിച്ചറിഞ്ഞ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വില കുറഞ്ഞ ഡിറ്റർജന്റ് പൗഡർ നിർമ്മിക്കാൻ പാട്ടേൽ തീരുമാനിച്ചു. 1969 സ്വന്തം വീടിന് പുറകുവശത്ത് തന്നെ ചെറിയൊരു നിർമ്മാണശാലയിലാണ് ഡിറ്റർജന്റ് പൗഡർ നിർമ്മാണം ആരംഭിച്ചത്. ഒറ്റയാൾ പോരാട്ടമായിരുന്ന ആദ്യകാലത്ത് പാക്ക് ചെയ്ത ഡിറ്റർജന്റുകൾ സൈക്കിളിൽ കയറ്റി വീട് വീടാന്തരം കയറിയിറങ്ങി വിൽപ്പന നടത്തിയതും കർസൻഭായ് പട്ടേൽ തന്നെയായിരുന്നു. കുറഞ്ഞ വിലയും ഗുണനിലവാരവും ഉൽപ്പന്നത്തെ ജനപ്രിയമാക്കിയതോടെയാണ് കർസൻഭായ് പട്ടേൽ ഉൽപ്പന്നത്തിന് നിർമ്മ എന്നു പേര് നൽകിയത്. അദ്ദേഹത്തിൻ്റെ മകൾ ചെറുപ്പത്തിൽ അപകടവശാൽ മരിക്കുന്നു. അവളെ നിർമ്മ എന്ന് വിളിക്കുമായിരുന്നു. മരണപ്പെട്ട നിരുപമ എന്ന മകളോടുള്ള ഓർമ്മയാണ് അവളുടെ വിളിപ്പേരായ നിർമ്മ എന്ന പേര് ഈ ഉൽപ്പന്നത്തിന് കൊടുക്കുന്നത്. മകളുടെ ചിത്രം ഉൾപ്പെടുത്തിയ പാക്കിങ്ങും പിന്നീട് നിർമ്മ ഡിറ്റർജന്റിൻ്റെ ഭാഗമായി. ഇന്ത്യൻ വീട്ടമ്മമാരുടെ അലക്കുശീലങ്ങളെ നിർമ്മ വിജയകരമായി സ്വാധീനിച്ചു. മായാത്ത ബ്രാൻഡ് മുദ്ര ഉപഭോക്താക്കളിൽ പതിപ്പിച്ചു. പാട്ടേലിൻ്റെ സമീപനവും അർപ്പണബോധവും തൻ്റെ ഉൽപ്പന്നത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അചഞ്ചലമായ ശ്രമങ്ങളും ഉപഭോക്തൃ സ്വീകാര്യമായത് കാരണമായി. ആവശ്യം വർദ്ധിച്ചതോടെ പാട്ടേലിന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടി വന്നു. കുറഞ്ഞ വിലയിൽ ലഭ്യമായതോടെ മുൻനിര ബ്രാൻഡുകളോട് നേരിട്ട് മത്സരിക്കാൻ നിർമ്മയ്ക്ക് സാധിച്ചു. പ്രധാന ഡിറ്റർജന്റായ സർഫ് 1 കിലോയ്ക്ക് 15 രൂപ എന്ന നിലയിൽ വിൽക്കുമ്പോൾ നിർമ്മ 1 കിലോയ്ക്ക് 3 രൂപ നിരക്കിലാണ് ആദ്യകാലത്ത് വിൽപ്പന നടത്തിയിരുന്നത്. ഇത് മുൻനിര ഡിറ്റർജന്റുകളുടെ വിലയുടെ 1/3 മാത്രമായിരുന്നു. വില കുറവിലുള്ള ബ്രാൻഡിന് വളരെ പെട്ടെന്ന് സ്വീകാര്യതയും വിപണി വിജയവും ലഭിച്ചു. നിർമ്മ ഡിറ്റർജന്റ് ആരംഭിച്ച ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഡിറ്റർജന്റായി നിർമ്മ മാറി. വാഷിംഗ് പൗഡർ നിർമ്മ എന്ന അവരുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ ഉതിർന്ന പാട്ട് ഇന്ത്യ മുഴുവൻ ഏറ്റുപാടി. അതോടൊപ്പം ആ ഡിറ്റർജന്റ് കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാർ പ്രധാനമായും അലക്കാൻ ഉപയോഗിച്ചത് മഞ്ഞക്കട്ട സോപ്പ് കട്ടകളായിരുന്നു. കറകൾ കളയുന്നതിനുള്ള പരിമിതിയുള്ള ഈ ഉൽപ്പന്നങ്ങളെ മറികടന്ന നിർമ്മ വൻ ജനപ്രീതി നേടി. 2012 നിർമ്മ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി. 2020 ഫെബ്രുവരിയിൽ 5500 കോടിക്ക് ഇമാമി സിമന്റിനെ നിർമ്മ ഏറ്റെടുത്തിരുന്നു. നിലവിൽ സിമന്റ്, ഡിറ്റർജന്റ്, സോപ്പ്, കോസ്മെറ്റിക്സ് എന്നീ വിഭാഗങ്ങളിലും കമ്പനിക്ക് വലിയ സ്വാധീനമുണ്ട്. സ്വപ്നങ്ങൾ ചിന്തകളായി രൂപാന്തരപ്പെടുകയും ചിന്തകൾ പ്രവർത്തനങ്ങളിൽ കലാശിക്കുകയും ചെയ്യുന്നു. കർസൻഭായ് പട്ടേലിൻ്റെ പ്രചോദനാത്മകമായ യാത്രയെ വിശേഷിപ്പിക്കാൻ ഇതിലും നല്ലൊരു വാചകമില്ല. അർപ്പണബോധവും ക്ഷമയും കഠിനാധ്വാനവും കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് പട്ടേൽ നേടിയെടുത്തത് ഒരു രാജ്യത്തെ ആളുകളുടെ ഓർമ്മയിൽ നിന്ന് ഒരു കാലത്തും മാറി നിൽക്കാത്ത ഒരു ബ്രാൻഡാണ്. കർസൻഭായ് പട്ടേലിൻ്റെ കഥ കടുത്ത മത്സരത്തിനിടയിലും വിജയിക്കാനുള്ള ഒരു ഇന്ത്യൻ സംരംഭകൻ്റെ കഴിവിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ്. 2019 ഇന്ത്യയിലെ ഏറ്റവും ധനികരായവരുടെ പട്ടികയിൽ ഫോബ്സ് മാസികയുടെ 30-ാം സ്ഥാനത്താണ് കർസൻഭായി. 2010 രാജ്യം പത്മശ്രീ നൽകിയും പട്ടേലിനെ ആദരിച്ചിട്ടുണ്ട്. 2021 അദ്ദേഹത്തിൻ്റെ സിമന്റ് യൂണിറ്റായ നവാക്കോ 2021 ഓഗസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. ഒരു മകളുടെ ഓർമ്മയിൽ പിറന്നതാണ് നിർമ്മ. പിതാവിൻ്റെ സ്നേഹത്തിൽ ചിറകുമുളച്ചു. ആ സ്നേഹവും ശ്രമവും ഇന്ത്യൻ വിപണിയിൽ തന്നെ ഒരു മാറ്റമുണ്ടാക്കി. ഇത് ഒരു വെറും വാഷിംഗ് പൗഡറല്ല, ഇതൊരവകാശമായിരുന്നു ഓരോ സാധാരണ കുടുംബത്തിനും. വ്യാപാരത്തിൽ സ്നേഹവും സങ്കല്പവും ചേർത്താൽ എത്ര ദൂരം പോകാമെന്ന് കാണിച്ച ജീവിത പാഠമാണ് കർസൻഭായിയുടെ വാഷിംഗ് പൗഡർ നിർമ്മ. സുഹൃത്തുക്കളെ, ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.